ഞങ്ങളിത് തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു 20 ഇഡ്ഡലി ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ക്ലിക്കായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഡ്ഡലി. ഇപ്പം പെട്ടെന്ന് ഇവിടെ ഒരു ആനസവാരി ഉണ്ട്, അപ്പം വരുന്ന ഡ്രൈവർമാർക്ക് കഴിക്കാനായിട്ട് അടുത്തോട്ട് പെട്ടെന്ന് ഓടി വന്ന് കഴിച്ചിട്ട് പോകാം, വയറ് കേടാകാതെ. അപ്പം അത് അങ്ങനെ 20 ഇഡ്ഡലി തുടങ്ങിയത് ഇപ്പോൾ ഒരു 10-800 ഇഡ്ഡലി ഉണ്ടാക്കും രാവിലെ. പിന്നെ പുട്ട്, പൂരി, ദോശ, പിന്നെ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന പൊങ്കലുണ്ടാക്കും. അപ്പോൾ എല്ലാവരും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ പോകുന്നു. നല്ല ഫുഡ്. ഇവിടുന്ന് കോവളം വരെയൊക്കെ പോകേണ്ടവർക്ക് വയറ് കേടാക്കാതെ പോകാം, നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് അപ്പം നമുക്കൊരു സന്തോഷം. അപ്പോൾ അത് പിന്നെ ഐറ്റങ്ങൾ കൂടി വന്നത്. നമ്മൾ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം ലഞ്ചും ഡിന്നറൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, കാരണം ഇവിടെ സ്റ്റാഫുമില്ല. നമ്മുടെ സ്വന്തം വീടാണ്, ഇത് വാടകയില്ല, വേറെ സാലറി ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് അത്രയും മതി എന്നുള്ള രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നിർത്തിയത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല എല്ലാം കൂടെ ചെയ്യാനായിട്ട്. സ്റ്റാഫില്ല, 2 പേരും തന്നെ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഉണ്ടാക്കി പാത്രം കഴുകി വരുമ്പോൾ 3 മണിയാകും ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ. അതെ. പിന്നെ ഉദ്ദേശിച്ചത് ഒരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ വരുന്ന ആൾക്കാർക്കും എല്ലാവരും ലോക്കൽസാണ് കൂടുതൽ കഴിക്കാൻ വരുന്നത്. ഇവിടെ ഗസ്റ്റുകൾ കുറവാണ്. ആണ് ഗസ്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത്തരം ദിവസം നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കാരണം ഒരു വീടായതുകൊണ്ട് അത്രയും ഒരു സ്പേസ് ഉള്ളു ഇവിടെ. ഒരു 20 പേർക്ക് ഒരു സമയത്തൊന്ന് കഴിക്കാം ഇവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡെയിലി 50-60 ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കാൻ വരും, ഈ സ്ഥിരമായിട്ടുള്ള ഡ്രൈവർമാർക്ക്. അതിന് തന്നെ നമുക്ക് സമയം അങ്ങോട്ട്. പിന്നെ വരുന്നവർക്ക് അവരുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന പോലെ, വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ ഒരു തൃപ്തി, ഹോട്ടലല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. നമ്മളിപ്പം നമ്മുടെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഐറ്റംസ് ഒന്ന് പറയാൻ പറ്റുമോ? ഇഡ്ഡലി, ദോശ, പൂരി, വടയുണ്ട്, പിന്നെ പുട്ട്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, കടലക്കറി, മുട്ടക്കറി, പിന്നെ പഴം ഉള്ളപ്പോൾ പഴം കൊടുക്കും. പിന്നെ പൊങ്കൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് തമിഴ്നാട്ടിൽ, അവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. അത് സീസൺ ആകുമ്പോഴത്തേക്ക് അതും കൂടെ ഉണ്ടാക്കി കൊടുക്കും. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ തലേദിവസം പറഞ്ഞിട്ട് പോകും. മലയാളീസും കഴിക്കുന്നുണ്ട്, ചോദിച്ചു വരും പൊങ്കലുണ്ടോ. സീസൺ ആകുമ്പോഴത്തേക്ക് ഇടിയപ്പൊക്കെ കൊടുക്കും. പീക്ക് സീസൺ ആകുമ്പോഴത്തേക്ക് ഇടിയപ്പം, അപ്പമൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ പൊറോട്ട അങ്ങനത്തെ സംഭവം ഒന്നുമില്ല, കാരണം അത് അൺഹെൽത്തി ഒരു ഫീലിംഗ് ആയതുകൊണ്ട് അതങ്ങനെ ഇവിടെ വരുന്നവരെല്ലാം അവർക്ക് വേണ്ട. അത് പൊറോട്ട ഒന്നും രാവിലെ വേണ്ട. അവർ തന്നെ പറയുന്നത് ഇഡ്ഡലിയും ദോശയും സ്റ്റീംഡ് ഐറ്റംസ്. ഇവിടെ ഉണ്ടാക്കുന്ന സാധനമല്ല, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം പരിപാടിയില്ല. പിന്നെ സാമ്പാറാണേലും നമ്മൾ തന്നെ മസാല പൊടിച്ച് ഉണ്ടാക്കുന്നു, സാമ്പാർ പൊടി. ഓക്കെ. നമ്മളിപ്പം ഇത് പിന്നെ നമ്മുടെ ഇപ്പം ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മൾ ഈ പേര് എങ്ങനെ വന്നു? ഈ ഒരു പിന്നെ ഐശ്വര്യയാണോ? നേരത്തെ ഞാൻ മിൽമയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. 10-25 വർഷം പോയി. പുള്ളിക്കാരൻ ഹോട്ടലിൽ ഷെഫ്. അപ്പോൾ ഞങ്ങൾക്ക് പപ്പടത്തിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. മധുരയിൽ നിന്ന് പപ്പടം വരുത്തിച്ച് ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്തു. പിന്നെ മാവ്, ഇഡലി ദോശ മാവ്, മസാലപ്പൊടികൾ, അച്ചാറ്, പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മുതൽ ഒരു 25 വർഷത്തോളമായി ഐശ്വര്യ എന്നുള്ള പേരില ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കുന്നത്. പേര് ഐശ്വര്യ ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അങ്ങനെയാണ് തുടങ്ങിയത്. പേര് മാറ്റിയിട്ടില്ല. ബാക്കി ആ ബിസിനസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഫുഡിൽ തന്നെ, ഈ ഹോട്ടലിൽ തന്നെ ഐശ്വര്യ ഹോംലി ഫുഡ് തന്നെ ഇറങ്ങിയപ്പോൾ പേര് വന്നത്. ജോലിക്ക് പോക്ക് ഞാൻ നിർത്തിയല്ലേ, ആളെ നോക്കാൻ ആളില്ലാതെ. അപ്പം നിർത്തിയിട്ട് 2 വർഷം വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മടുത്തിട്ട് തൊട്ടടുത്ത ചായക്കടയല്ലേ റഷീദ്, അതിനോട് ഞാൻ ചോദിച്ചു കുറച്ച് ഇഡലി ഉണ്ടാക്കി കൊടുത്താലോ റഷീദ്, ആൾ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞു ഇത്രയും അകത്തോട്ട് എങ്ങനെ ആൾ വരികയില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇല കൊച്ചും കൂടെ പോയി 2 ടേബിളും വെള്ളത്തിൻ്റെ ജഗ് എല്ലാം വാങ്ങിച്ച് പിറ്റേന്ന് 20 ഇഡലി ഉണ്ടാക്കി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കടക്കാരാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്, കാരണം അവിടെ ചായ കുടിക്കാൻ ആൾക്കാർ വരും. അപ്പം അവരാണ് ഇങ്ങോട്ട് കടയിലുള്ള സുഹൃത്താണ് റഷീദ്. പറഞ്ഞു. പിന്നെ ഞാൻ രാവിലെ അവിടെ ചായ കുടിക്കാൻ വരുന്ന ചേട്ടന്മാരോട് ഇഡലി ഉണ്ട് കഴിക്കാനായിട്ട്, അതിന് തന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ വന്നവർ ഇപ്പോഴും ഉണ്ട്. തുടക്കത്തിൽ ആദ്യം ഒരു 20 ഇഡലി ഉണ്ടാക്കി, ഇന്ന് 500-600 ഇഡലി വരെ ആയിട്ടുണ്ട്. ഇവിടെ വന്നവര് അവരുടെ പിന്നെ ബേഡ് ഓഫ് മൗത്ത് അഡ്വക്കേസി. പിന്നെ ഫാമിലി ആയിട്ട് ഡ്രൈവർമാർ കൂട്ടിക്കൊണ്ടുവരും. അവര് ഇടയ്ക്ക് ടൂർ വരുമല്ലോ ഫാമിലി ആയിട്ട്. അപ്പൊ ആ പിള്ളേര്, വൈഫ് അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ അവര് പോയി പറഞ്ഞ്
പിന്നെ ഗൂഗിളിൽ നോക്കി ഗൂഗിൾ റിവ്യൂ ഗസ്റ്റ് കുറച്ച് അന്വേഷിച്ച് വരും. അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഡ്രൈവർമാർ ഇവിടെ